വഴിക്ക് ഇങ്ങനെ ഒരു കൊച്ചു ഗ്രാമമുള്ളത് നന്നായി. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ചൊരുക്കൂട്ടാൻ പറ്റിയല്ലോ. ഇനി അങ്ങ് എത്തുന്നത് വരെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളേ ഇല്ല. കുഞ്ഞിന് കുറച്ച് പാല് വാങ്ങണം. ഒരു ചായ വേണം. കുറച്ച് പാലും വേണം കൊണ്ടുപോവാൻ. ജയിലിൽ നിന്ന് വന്നു. കുറച്ചായി. ഞാനൊരു കത്തയച്ചിരുന്നു ജയിലിലേക്ക്. കൊച്ചനിയന്റെ കയ്യിൽ ആരും കാണാണ്ട് ഏൽപ്പിച്ചതാ. കിട്ടിയോ ഇല്ലെന്ന്. കിട്ടി. എന്റെ കല്യാണം കഴിഞ്ഞ പിറ്റേ ആഴ്ച. ഞാൻ കരുതിയത് നീയെങ്കിലും രക്ഷപ്പെട്ടിരിക്കുന്ന. അയാൾക്ക് എന്താ ജോലി? വരത്തെ കഴിവുള്ള മക്കളെ കൂടാതെ വരത്തുന്നോ? എടി, ഇത് നമ്മുടെ ചെല്ലപ്പച്ചേട്ടന്റെ മോളല്ലേ? അയ്യോ നളിനി, അവക്ക് ഈ ഗതി വന്നല്ലോ എന്റെ ഈശ്വര. ഓഹോ, ഇവനാണല്ലോ ഇതിന്റെ പഴയ കാമുകൻ വിച്ചുവേട്ടൻ. വരൂ, നമുക്ക് പോവാം. വരൂ. എങ്ങോട്ടടാ ഈ പന്നിയും കൊണ്ട്? നാളെ മാപ്പിളാരുടെ വലിയ പെരുന്നാളല്ലേ. നിസ്കാരത്തിന് രാവിലെ പള്ളിയിലെത്തുമ്പോ എന്തെങ്കിലും ഒരു കണി വേണ്ടടാ. ഇതിനേക്കാൾ നല്ലൊരു കണി വേറെ എവിടെ കിട്ടും? അച്ചു, നീ തീ കൊണ്ട് കളിക്കരുത്. ഇനിയൊരു വെളിച്ചപ്പാടിനെ തല്ലാൻ മാപ്പിളമാരുടെ കൈ പൊന്തരുത്. അതിന് ബഷീർ എന്ത് പിഴച്ചു? വാറ്റുചാരായം കുടിച്ച് മുസ്ലിയാരുടെ മുറ്റത്ത് കയറി തുള്ളിയാൽ വെളിച്ചപ്പാടിനെ മാപ്പിളമാരല്ല ഹിന്ദുക്കൾ തന്നെ തല്ലും. വെളിച്ചപ്പാട് ഭഗവതി കയറി അമ്പലത്തിന്റെ നടയിലാ തുള്ളേണ്ടത്. അല്ലേലും നിനക്ക് കൂറും മാപ്പിള കുടിയിലാണല്ലോ. അച്ചു വേണ്ട, മാറടാ. ഞങ്ങള്
തന്തയ്ക്ക് പറഞ്ഞ ഹിന്ദുക്കളുണ്ട് ഇവിടെ. വരടാ. വേണ്ടച്ചു. അത് ഞങ്ങൾ പോയിക്കോളാം, നീ പോ. എടാ, നാളെ അമ്പലത്തിന്റെ മുറ്റത്ത് അവരൊരു പശുവിന്റെ തലയെടുത്തിട്ടാ നമ്മൾ സഹിക്കുവോ? ഇന്ന് വെളിച്ചപ്പാടിനെ തല്ലിയവര് നാളെ അതും ചെയ്യും. അത് തടയണം. അതിനിതേ ഉള്ളു വഴി. നീ മാറി. വേണ്ടച്ചു. പോടാ. എടാ എന്റെ ദൈവമേ, പന്നിയുടെ ശവം മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്നിടുക. അങ്ങനെ ആലോചിച്ചെന്ന് അറിഞ്ഞാൽ മതി ഇവിടെ ചോരപ്പുഴ ഒഴുക. നിന്റെ നാവിന്ന് ഇത് പുറത്തു പോകരുത്. ഒരു വലിയ വിപത്താണ് നീ ഒഴിവാക്കിയത് മോനെ. പോ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. പോ. ഞാൻ ഇല്ല, പോ. പോകാനാണ് പറഞ്ഞത്. ഇവിടെ നിൽക്കരുത്. പോ, പോയി രക്ഷപ്പെടും. വീട്ടുകാർ മുഴുവൻ എതിർത്തിട്ടും ഞാൻ പിടിച്ചു നിന്നു. എല്ലാം സഹിച്ചു. എന്നിട്ടൊടുക്കം എന്റെ വിശുട്ടിനൊരു കൊലപാതകയായി. ഇനി വീട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്തിനാ വിശുട്ടിന് ഇത് ചെയ്തത്? എന്തിനാണെന്ന് കൊന്ന എനിക്കും മരിച്ചുപോയ അവനും അറിയാം. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കൊള്ളരുതാത്തവൻ, കൊലപാതകി. നിന്നെ വിളിപ്പിച്ചത് യാത്ര പറയാനാണ്. ഏത് നിമിഷവും പോലീസിനെ പിടിക്കും. പിടിച്ചാൽ ശിക്ഷ കൊലക്കയറാണ്. ഇനി നീ വീട്ടുകാർ പറയുന്നതനുസരിക്കും. എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല. നാളെ ചിലപ്പോ ജയിലിൽ നിന്ന് തിരിച്ചു വന്നാൽ കൂടി എന്റെ നന്ദി ഒരു കൊലപാതകയുടെ ഭാര്യയാവണ്ട. അല്ലെങ്കിൽ തന്നെ തിരിച്ചു വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? നീ എങ്കിലും രക്ഷപ്പെടും. നളിനീച്ചി പാവം, കഷ്ടമാണ് അതിന്റെ ജീവിതം. കഥകളൊക്കെ എനിക്കറിയാം. പിടിപ്പേടാണ് നളിനേച്ചി കാണിച്ചത്. കാത്തിരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന പെണ്ണ് കാത്തിരിക്കും. ഞാൻ കാത്തിരിക്കും. എടാ കഴുതേ, വെള്ളം കടന്ന് തിളക്കുന്നുണ്ടല്ലേ? അരി കഴിയോ? കഴിയില്ല. എന്താ സൗകര്യപ്പെട്ടില്ല. എന്താ എന്നെ കയറി ഭരിക്കാൻ വരുന്ന ഇയാളോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കേട്ടാ നിന്റെ അറിഞ്ഞാൽ ഊരി പോവോ? അനുസരിപ്പിക്കാൻ ഇയാൾ ആരുവാ? ചക്രവർത്തിയോ? അയ്യോ, എന്റെ അമ്മയ്ക്ക് രണ്ടും രാഹുകാലത്തുണ്ടായെന്നാ അതിന്റെ അപ്പഴ അത് നീ
അയ്യോ കാല, അയ്യോ. എന്റെ അമ്മ എന്റെ അമ്മച്ചോ എന്നെ തടുപിടിച്ച് അയ്യോ എന്നെ കൊല്ലുന്നേ ഈ കാലമാടന്മാരെന്നെ കൊല്ലുന്നേ അയ്യോ എന്റെ കർത്താവേ എന്റെ പൊന്നു വീശുനാഥ, എന്റെ മക്കളെ തമ്മി തല്ലി താഴ്ന്നത് കണ്ടില്ലേ? ഒന്ന് പിടിച്ചു മാറ്റം. കുറെ കഴിയുമ്പോൾ അവർ തന്നെ നിർത്തിക്കോളും. എന്നാലും ഞാൻ പെറ്റുപോയില്ലേ മോനെ? വാ. എടാ, പൊന്നു മക്കളെ. എടാ, എന്റെ പൊന്നു മോനെ. ചേട്ടൻ അടി കൂടുന്നിടത്ത് വല്ലവനും എന്തോ കാര്യം? കൈയും കാലം ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ വഴിയുണ്ട്. ഇപ്പൊ പോയി തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കും. ഓടാ നാട്ടീന്ന് പോന്നേ പിന്നെ ഇപ്പഴാ ഒരു അരക്കുണ്ടായി. അടിയുടെ മക്കളെ അടിയുടെ. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. സിനിമ കാണുന്ന പോലെ കണ്ട് രസിക്കുകയായിരിക്കും. ഇതേ ഞങ്ങളുടെ പഴയ നിയമത്തിലുള്ളതാ. കായേനും ആബേലും ആപത്തിന്റെ അവയുടെ മക്കളാ. കണ്ട് രസിക്കുന്നു. പോയിനടാ മക്കളെ. അമ്മ ഇങ്ങോട്ട് വന്നേ. അമ്മച്ചി വാ, അമ്മച്ചി ഇങ്ങോട്ട് വരാൻ. മോളെ
മോളെ എന്റെ നോക്കൊന്നും പറ്റില്ല, അവൾ ഇവിടെ ഉണ്ട്. ആ വീട്ടെ വിജയരെ. ആ